പ്രയർ ആക്ടിവേറ്റ്സ് ദി ആർമർ ഓഫ് ഗോഡ്. പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ബലം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം പ്രാർത്ഥനയാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെ അഴിച്ചു മാറ്റുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ചങ്ങലകൾ പൊട്ടിപ്പോകുന്നുണ്ട്. പ്രാർത്ഥനയുടെ തീ വരുമ്പം പിശാച് കരിഞ്ഞു വീഴുന്ന കാണാം. കരിഞ്ഞു പോകട്ടെ എന്ന് പറയുമ്പോൾ കരിഞ്ഞു പോകും. കാരണം നമ്മൾ സ്വർഗത്തിൽ കയറി പ്രാർത്ഥിച്ച് ആത്മാവിൽ കയറി ചെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ആർമർ ഓഫ് ഗോഡിനെ ബലപ്പെടുത്തണമെങ്കിൽ അരയ്ക്ക് സത്യം എന്ന് പറഞ്ഞാൽ ഈ അരയ്ക്ക് നമ്മൾ ബെൽറ്റ് അങ്ങോട്ട് കെട്ടിക്കഴിയുമ്പം നമ്മുടെ അരയ്ക്കൊരു ബലമാണ്. കർത്താവ് പോലും ശിഷ്യന്മാരുടെ കാല് വെള്ളമൊഴിച്ച് കഴുകിയെന്ന് പറയും. അതൊരു ചെറിയ ശുശ്രൂഷയല്ല, അതൊരു വലിയ ശുശ്രൂഷ. നമുക്ക് തോന്നുമ്പം ചെറുതായിട്ട് തോന്നി, വിനയപ്പെടില്ല. അത് തന്നെയല്ല, അരയ്ക്കൊരു കെട്ടങ്ങോട്ട് കെട്ടുമ്പോൾ ഉറപ്പിക്കുക. ആ ഒരു അരയെ കെട്ടുന്ന ആ ബെൽറ്റേലാണ്, അല്ലെങ്കിൽ ആ അരയെ കെട്ടുന്ന ആ നമ്മൾ കൊടുക്കുന്ന റൂമ, അതാണ് പിന്നെ ബലം. നമ്മുടെ നടുവിനൊരു പണ്ട് കാലത്ത് ജോലി ചെയ്യുന്നുണ്ട്, അവർ അരയ്ക്കൊരു തോർത്ത് കെട്ടിയിട്ട് അവർ ജോലിക്ക് പോകുന്നു. കാരണം അതിനൊരു ബലം നമ്മുടെ നട്ടെല്ലിന്. ഇപ്പോൾ ആർക്കും അറിയാം, അങ്ങനത്തെ ജോലിയും ചെയ്യുന്നൊരു കുറവാണ്. അപ്പോൾ അരയ്ക്ക് ബലം വരണമെങ്കിൽ സത്യത്തിൻ്റെ ബെൽറ്റായിട്ടുണ്ട്. ഈ ബെൽറ്റേ വേണം ബാക്കിയുള്ള ആർമർ, അല്ലെങ്കിൽ സർവായുധം. വചനമാകുന്ന വാള് തൂക്കിയിടുന്ന വാളതേലിടണം. നമ്മുടെ ടോപ്പായിട്ടിരിക്കുന്ന നമ്മുടെ ഷർട്ട് ടക്കിൻ ചെയ്യുന്നതാണ്, പാൻറ്റ് പോകാതെ അല്ല ഉടുത്തിരിക്കുന്ന വസ്ത്രം താഴെ പോകാതിരിക്കുന്ന ഈ ബെൽറ്റാണ്. അപ്പോൾ ഈ സത്യത്തിൻ്റെ ബെൽറ്റേലായിരിക്കണം പരിശുദ്ധനായ ദൈവമേ നീ ഞങ്ങൾക്ക് മുറുക്കി പിടിച്ച് നിൽക്കാനുള്ള കൃപ തരേണ്ടത്. ഇത് പലപ്പോഴും മാറിപ്പോകുന്നുണ്ട്. കാരണം സൊസൈറ്റിയിലെ ഈ സമൂഹത്തിലെ പല കാര്യങ്ങളും നമുക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ തണലിൽ വരികയല്ലാതെ രക്ഷയില്ല. നമുക്ക് സമൂഹത്തെ മാറ്റാൻ ഒക്കില്ല. പക്ഷെ നമുക്ക് പറയാം, കർത്താവേ വി നീഡ് പ്രൊട്ടക്ഷൻ, യു ആർ അവർ ഗോഡ്. അതാണല്ലോ ഈ പലിശ കൊടുക്കാൻ നേരത്തെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ റോമാ സാമ്രാജ്യത്തിൻ്റെ പലിശ കൊടുക്കാൻ പോയപ്പം യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ആരാ പലിശ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ യേശുവിനോട് അവർ പറഞ്ഞു, മക്കളാണോ അതോ അന്യന്മാരാ പലിശ കൊടുക്കുന്നത്. അപ്പോൾ യേശു പറഞ്ഞത്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ യേശു സാരയില്ല, എന്നാലും നീ വഴക്കുണ്ടാക്കണ്ട, കൈസർക്കുള്ളത് കൊടുക്കുക. നീ ചെന്നിട്ട് ആ മീനിൻ്റെ വായിക്കകത്തുനിന്ന് രണ്ടും 4 ദ്രവ്യം കിട്ടും, 2 എൻ്റേതും 2 നിൻ്റെ ആയിട്ട് കൊടുക്കുക. പ്രൊവൈഡ് ചെയ്തു. ദൈവം ലോക നിയമങ്ങൾ ഒരു സിസ്റ്റത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചു. പക്ഷെ നമുക്കെതിരായിട്ടുള്ളതാണെങ്കിൽ അത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറയുന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ശദ്രക് അഭിനേകനോട് അന്ന് വിഗ്രഹം ഉണ്ടാക്കി വെച്ചേച്ച്, രാജാവിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചേച്ച് അതിനെ മടക്കാം. അത് നേരെ വിപരീതമാണ്. അവർ ചെയ്തില്ല. അപ്പം ദൈവം സപ്പോർട്ട് ചെയ്യും. ചില കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് നമ്മൾ ചെയ്തില്ല എങ്കിലും കർത്താവ് എന്തെങ്കിലും പ്ലാൻ കണ്ടു. പക്ഷെ ദൈവത്തിൻ്റെ കവചത്തിനകത്ത് നിന്ന് വേണം കാര്യങ്ങൾ. അപ്പോൾ ഈ ആർമർ അരയ്ക്ക് സത്യം, പിന്നെ നീതി, ദൈവത്തിൻ്റെ നീതിയാണ്. കർത്താവിൻ്റെ നീതി ഓരോ സിറ്റുവേഷനിലും ഓരോന്നാണ്. എക്സാമ്പിൾ വിവാഹം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാണ്. ജീവപര്യന്തം മരണം വരെ ഒക്കുമെങ്കിൽ എന്തിന് സുഖത്തിലും കഷ്ടത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും സന്തോഷത്തിലും ഒന്നിച്ച് നിൽക്കാവുന്ന ഒരു ഉടമ്പടി എടുത്താണ് നിങ്ങൾ കയറിയത്. ആ ഉടമ്പടി ഇപ്പോൾ മാറിയിട്ടുണ്ട്, കോൺട്രാക്റ്റായി മാറി. പക്ഷേ ദൈവ ഉടമ്പടി ഒരിക്കലും മാറില്ല. അതിന് മുമ്പിൽ ഏത് ലോക കോടതി പറഞ്ഞാലും അതിന് വാലിഡിറ്റി ഇല്ല. നിനക്ക് സ്വർഗ കോടതിയിൽ അറിയാമെങ്കിൽ സ്വർഗത്തിൻ്റെ നിയമമാണ് എൻ്റെ ഭവനത്തിൽ നിലവെക്കുന്നതെന്ന് ഉറപ്പിച്ചു പറയുന്നിടത്ത് കർത്താവ് ഇറങ്ങി വരാതിരിക്കാനൊക്കത്തില്ല. ശദ്രക് മേശക് അഭിനയൻ രാജാവിൻ്റെ ദേഷ്യം, രാജാവിനല്ല ചുറ്റുപാടുകളൊക്കെ ദേഷ്യം വന്നു കൊണ്ട് തീക്കകത്തിട്ടു. ശരി, അവർ ചെയ്യേണ്ടത് അവർ ചെയ്തു. പക്ഷെ ചെയ്തപ്പോൾ എന്ത് വന്നു? ദൈവം ഇറങ്ങി വന്നു. ഒരു മുട്ടി പോലും കരിഞ്ഞില്ല എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിൽ നടക്കുന്ന സകല കാര്യത്തിൻ്റെ നിയന്ത്രണം ക്രിസ്തുവിൽ തന്നെയാണ്. നമ്മൾ ബുക്ക് ഓഫ് റെവലേഷൻ ബിഗിൻസ് ഇൻ ഹെവൻ. ഈ വെളിപ്പാടിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മളെ വിളിച്ചു കയറ്റുന്ന ഒരു ഭാഗമാണ്. നമ്മൾ കയറുക, അത് വാതിൽ തുറന്നു വെച്ചിരിക്കുക. വെളിപ്പാടിനും വരാൻ പോകുന്ന മറ്റുള്ളവർ ആത്മാവിനും വരാൻ പോകുന്ന പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറൊന്നും സ്വർഗത്തിലില്ലെന്ന് ആവശ്യമുള്ളവർ നേടിയെടുക്കുക. ചുമ്മാതി ഓരോ പ്രസംഗത്തിൻ്റെ പ്രാഗൽഭ്യം പറയാൻ വേണ്ടി ആത്മാവ് പറയുന്ന സത്യം മനസ്സിലാക്കാതെ ചിലത് വിളിച്ചു പറയുന്നതിനകത്ത് ഞാൻ അത്ര അനുകൂലമല്ല. ആത്മാവ് പറയുന്നത് ചില സത്യങ്ങൾ, ചിലത് നമുക്ക് ആത്മാവ് തന്നെത്താനെ പഠിപ്പിക്കാൻ ഇറങ്ങി വന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ എത്ര പേരെ എനിക്കറിയാം. അനന്തരം സ്വർഗത്തിൻ്റെ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. വരാൻ പോകുന്ന അന്നല്ല, ഇപ്പോൾ നടക്കുന്ന സ്വർഗം തുറന്നു വെച്ച് യേശുക്രിസ്തു അവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞാട് അവിടെ ഉണ്ടെന്ന് പിന്നത്തെ അധ്യായത്തിലുണ്ട്. അത് കാഹളനാദമുള്ള എന്നോട് കേട്ട ആദ്യത്തെ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആത്മവിശനെ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഇരിക്കുന്നു, സിംഹാസനത്തിൽ ഒരു ഇരിക്കുന്നവൻ കണ്ടു. ഇരിക്കുന്നവൻ
കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ പച്ചവില്ല്. അതെല്ലാം കഴിഞ്ഞിട്ട് 7 ആത്മാക്കൾ ആകുന്ന 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സിംഹത്തിന് മുമ്പിൽ, സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കല്ല്, പിന്നെ 1000 കണ്ണുള്ള ദൈവത്തിൻ്റെ കണ്ണുകൾ, അതിനെക്കുറിച്ച് പിന്നെ പറയുന്നു. പിന്നെ അകത്തും പുറത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയും. ചിന്തിച്ച് നോക്കിയേ, ഇത് വരാൻ പോകുന്നതാണോ അതോ ഇപ്പോൾ സ്വർഗത്തിൽ നടക്കുന്നതാണോ? കറക്റ്റല്ലേ? ഇത് വരാൻ പോകുന്നതല്ല, സ്വർഗത്തിൽ ഇപ്പം നടക്കുന്ന കാര്യമായി പറയുന്നത്. എന്നും സ്വർഗത്തിൽ എവിടെ പരിശുദ്ധൻ പരിശുദ്ധൻ യെശയ്യാവിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ഇനോക്ക് നടന്നു കയറിയത് അങ്ങോട്ടല്ലേ, മോശ പോയത് അങ്ങോട്ടല്ലേ? അപ്പോൾ ഇത് ഇനിയും വരാൻ പോകുന്നതാണ്, അതിനെയും കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോ? അതൊന്നും അർത്ഥമല്ല. ഇത് സ്വർഗം സ്റ്റേബിളായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് ഇപ്പോൾ കയറി വരാം. ഈനോക്ക് കയറിയല്ലോ, മോശ പോയല്ലോ, ഏലിയാവ് പോയല്ലോ, മരിക്കാതെ പോയവരുടെ പേരാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കും പോകാൻ വേണമെങ്കിൽ നമ്മൾ ടൂറിന് പോകത്തില്ല, അവിടുന്ന് ഒരു പെർമിറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ പോകും. ഇന്ത്യക്കകത്താണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പുറത്താണെങ്കിൽ അവിടുന്ന് വിസ വേണം. അതുപോലെ സ്വർഗത്തിൽ പോകാൻ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം അന്വേഷിക്കും. ആത്മാവ് പറയുന്നത് കയറി വാ മക്കളെ. ആർക്ക്? എവിടുത്തെ? കഷ്ടവും ഭാരവും ദുഃഖവും ദുരിതവും മാറിപ്പെട്ടു. യു ആർ കോൾ ടു അലൈൻ വിത്ത് വാട്ട് ഈസ് ഓൾറെഡി ട്രൂ. ഓൾറെഡി എല്ലാം കൊണ്ട് സത്യമായ കാര്യങ്ങളെ വിളിച്ചു പറയുന്നത്. യുവർ പീസ് ഇൻക്രീസ് വെൻ യുവർ പെർസ്പെക്റ്റീവ് ചേഞ്ച്. ദൈവത്തെ കാണുമ്പോൾ അതിൻ്റെ സമാധാനം മാറുന്നു. ഡിക്ലെയർ ഹെവൻസ് വിൽ. ദൈവത്തിൻ്റെ ആഗ്രഹം വിളിച്ചു പറ, എൻ്റെ ആഗ്രഹമല്ല. ദ വെയിൽ ഈസ് ടേൺ. യു ആർ ലെജിസ്ലേറ്റിംഗ്. നമ്മളിവിടെ കർത്താവ് ചിലപ്പോൾ പറയത്തില്ല, എന്നോട് കൽപ്പിക്കാം എന്നാ കർത്താവിന് എന്നോട് കൽപ്പിക്കാമെന്ന് യേശു പറയുന്നുണ്ട്. പഴയ നിയമത്തിലാണ് ദൈവം തമ്പുരാൻ യെശയ്യാവിൽ എന്നോട് കൽപ്പിക്കുക. അപ്പോൾ നമുക്ക് തമ്മിൽ ആർഗ്യൂ ചെയ്യാം. അതെവിടാ? നേരിട്ട് കണ്ടിട്ടാ അത് വിടുന്നുണ്ടാണോ? അല്ല, വി ആർ ദെയർ. ഇതൊക്കെ വലിയ സത്യങ്ങളാണ്. ഇതറിയാനുള്ള ഭാഗ്യം നമുക്ക് തരുന്നതിന് നമുക്ക് സ്തോത്രം ചെയ്യും. എന്തുകൊണ്ടാണ് ഈ സത്യങ്ങളൊക്കെ പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഇത് എളുപ്പമല്ല. കർത്താവിനോട് എത്രമാത്രം അടുത്തിരുന്നാൽ ഇത് പറയാനൊക്കത്തുള്ളൂ. നമ്മൾ പറയുമ്പോൾ നമുക്ക് പലതും പറയുമോ, അതിന് ക്രിറ്റിസിസം വരുമെന്ന് പേടിയുണ്ട്. എല്ലാവർക്കും ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളവർ കാണത്തില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം പറയാതിരിക്കുന്നത്. പക്ഷേ ദൈവം പറയുന്നു, ഇതെല്ലാം പറയണം, നമ്മൾ അറിയണം. നമ്മൾ അല്ല പിന്നെ എഴുതി വെക്കണ്ടായിരുന്നല്ലോ, വെളിപ്പാടിൻ്റെ ബുക്ക് എഴുതി വെക്കണ്ട, പിന്നെ വരാൻ പോകുന്നതാണ്. എന്തിന്? അവിടെ ചെല്ലുമ്പം കണ്ടാൽ മതിയായിരുന്നല്ലോ. ഇത് അബ്സല്യൂട്ട് ട്രൂത്ത്സാണ് ഈ വിളിച്ചു പറയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ യുവർ ഇഫക്റ്റീവ്നെസ് ഈസ് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ടു വെയർ യു ആർ. എനിക്ക് എത്രമാത്രം കഴിവുണ്ടെന്നുള്ളത് കറക്റ്റ് സ്വർഗത്തിലിരിക്കുന്ന ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധവുമായിട്ട് ലിങ്കാണ്. അല്ല ദൈവം സ്വർഗത്തിലിരിക്കുന്ന ദൈവം എൻ്റെ കാര്യം നോക്കാൻ അങ്ങനെ പറഞ്ഞേരെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് ഇപ്പോൾ എൻ്റെ കാര്യം നോക്കാനാണ് നേരം അങ്ങനെ പറയുന്ന കള്ളുകുടിയന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ് അറിയുന്നില്ലേ ഇവൻ കള്ളുകുടിച്ച് നടക്കും. ആ കള്ളുകുടിക്കുന്നവർ പിന്നെ ദൈവത്തിലാകുമ്പോൾ അധിക ശക്തിയോട് സുവിശേഷം പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പം ഓരോരുത്തരും വിളിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ ചഞ്ചലിക്കുന്നവരാകാതെ വചനം വ്യക്തമായിട്ടും ആത്മാവിൽ പഠിപ്പിക്കാൻ 1 യോഹന്നാൻ്റെ 2:27 പറയുന്നുണ്ട്, ഇനി നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ട. ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, പരിശുദ്ധാത്മാ പഠിപ്പിക്കും. പിന്നെ ചർച്ച് വേണം, സഭകൾ വേണം, കൂട്ടായ്മ വേണം. അത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി. അല്ല നമ്മൾ സ്റ്റാഗ്നറ്റ് ആവും. നമ്മൾ അന്യോന്യം പകരാനും കൊടുക്കാനും സ്നേഹത്തിൽ വളരാനും ദൈവാഗ്രഹം. ചർച്ച് എന്താ പഠിപ്പിക്കാത്ത? ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പിന്നെ ദാനിയേലിൻ്റെ 10-ലും വെളിപ്പാടിൻ്റെ 4-ലും 1 കൊരിന്ത്യൻ 12-ന്റെ 1-2 വാക്യങ്ങളിലും സ്വർഗത്തിൽ കയറിയവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കയറിവാൻ വിളിച്ചിരിക്കുമാണ്. എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് മാത്രം പറഞ്ഞേച്ച് അവരെ ആശ്വസിപ്പിച്ച് ഇന്ന് വന്നത് അറിഞ്ഞു പൊക്കോളി എന്ന് പറയുന്നതിന് പകരം പാപബോധത്തെക്കുറിച്ചോ നീതിബോധത്തെക്കുറിച്ചോ പഠിപ്പിക്കാതെ പാപത്തിന് അനുതപിച്ചിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ ആരും പഠിപ്പിക്കുന്നില്ല. ഏതെങ്കിലും കുറുക്ക് വഴിക്ക് നമുക്ക് കിട്ടുമെങ്കിൽ നമ്മളെല്ലാവരും അതിന് ഓപ്റ്റ് ചെയ്യും. പക്ഷെ അതല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. നമുക്ക് ഒരു അപ്പസ്തോലിക് പവർ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയത്തില്ല. കർത്താവ് ആഗ്രഹിക്കുന്നു എല്ലാവരിലും വരാൻ. പക്ഷെ ചിലരെ വിളിച്ചു മാറ്റിയവരുണ്ട്.
ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹമുള്ളവരെ ദൈവം മുൻനിയമിച്ച് അയച്ചിട്ടുണ്ട്. അവരുടെ ഒന്നും ആരും നിർത്താൻ ഒക്കൂല. പിന്നെ എപ്പോഴും ഓർക്കണം, നരകത്തിന് ഹെൽ പ്രിഫേഴ്സ് എ സ്ലീപ്പിംഗ് ചർച്ച്. ഉറങ്ങിയിരിക്കുന്ന പള്ളികളെയാണ് പിശാചിനിഷ്ടം. കാരണം അവിടെ സത്യം പറഞ്ഞാൽ അവനവിടെ കയറാനൊക്കത്തില്ല. അതുകൊണ്ട് അവന് നമ്മൾ ഉറക്കിയിട്ട് കളി. ശരിയല്ലേ? സ്വർഗരാജ്യം എന്ന് പറയുന്നത് റോമർക്കെഴുതിയ ലേഖനം 14:17 പറയുന്നു, സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. ഭക്ഷണം പാനീയം ഇപ്പോൾ എല്ലായിടത്തും കൊടുക്കും, കാരണം അങ്ങനെയെങ്കിലും ആളുകൾ വരട്ടെ എന്ന് വിചാരിച്ച്. അതൊക്കെ ചിന്തിച്ചാൽ ഇച്ചിരി സങ്കടമാണ്. എങ്ങനെയെങ്കിലും സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അത് നിത്യജീവനാണ്. ഈ നിത്യജീവൻ്റെ ഉറവുള്ളവർക്ക്, അല്ലെ പരിശുദ്ധാത്മാവുള്ളവർക്ക് ദൈവത്തിൻ്റെ പാല് മാത്രം കുടിച്ച് വളർന്നാൽ, നീ 6 മാസം വരെ പാല് മാത്രം കുടിച്ചാൽ മതി. പക്ഷെ 6 മാസം കഴിയുമ്പോൾ തൊട്ട് കട്ടിയുള്ള ഭക്ഷണം കൊടുക്കുമെന്ന് ഡോക്ടേഴ്സ് പോലും സാധാരണ പറയും. മക്കൾക്ക് കൊടുക്കും, 6 മാസം കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കും. നമ്മൾ ആത്മീയ കുളത്തിലുള്ള എന്നും പാല് മാത്രം കുടിച്ചുകൊണ്ടിരുന്ന വളരുമോ? അതാണോ ദൈവം ആഗ്രഹിക്കുന്നത്? വളരാൻ ആഗ്രഹിക്കണം. വി മ്യൂട്ട് ദ പവർ ബൈ സൈലൻസിങ് ദ ട്രൂത്ത്. സത്യം വിളിച്ച് പറയാത്തിടത്തോളം കാലം നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ, നമ്മളിലുള്ള ശക്തിയെ പോലും അടച്ചു വെക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ വന്ന് പ്രവർത്തിക്കട്ടെ. അതാണ് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെ ഉണർത്തണം. ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരും. എന്നെ ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും വിശ്വസ്തനുമായ ദൈവമേ, കരുണ തോന്നണമേ, കൃപ തോന്നണമേ. വീഴ്ചകൾ പറ്റുന്നുണ്ട്, സംശയങ്ങൾ കടന്നു വരുന്നുണ്ട്, പല ഇൻ്റർപ്രിട്ടേഷൻ പലരും പറയുന്നുണ്ട്. പക്ഷെ ദൈവം വെളിപ്പാടി പറയുന്നൊരു സത്യം, ഞാൻ ഈ സത്യങ്ങളൊക്കെ വിളിച്ചങ്ങ് പറയും. ചെവിയുള്ളവർ കേൾക്കട്ടെ. അതാണ്, ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് ആരെ അടിച്ചു പഠിപ്പിക്കുന്ന ഒരു ദൈവമല്ല. പക്ഷെ ആത്മാവ് വന്നാൽ ചെവി തുറക്കും. അങ്ങനെയുള്ളവർക്ക് ജീവവചനം ഭക്ഷണമായി ഒക്കത്തുള്ളൂ. വേറെ എവിടെ പോയാലും ആശ്വാസം വരത്തില്ല. നിൻ്റെ അടുക്കൽ വന്ന് അല്പനേരം ഇരിക്കാതെ പോയാൽ എന്തൊരു സങ്കടമാണ്. യേശുക്രിസ്തു പിതാവിനോട് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് 12 ശിഷ്യന്മാരെ, ദൈവം തിരഞ്ഞെടുത്തവരെ യേശു കണ്ടുപിടിച്ചത്. അത്രമാത്രം ബന്ധമായിരുന്നു യേശുവും പിതാവുമായിട്ടുള്ള ബന്ധം. പുത്രൻ്റെ 17-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, അയ്യോ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഇവർ കാണാൻ തക്കവണ്ണം നീ പ്രവർത്തിക്കണമേ എന്ന് കണ്ടവരെ പോലെ സംസാരിക്കുന്നത് കാണുന്നില്ലേ? എത്രയോ സ്നേഹമായ ബന്ധം. അതല്ലേ ഞങ്ങളുമായിട്ട് ഉദ്ദേശിക്കും. ആ ബന്ധം സ്ഥാപിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു ദാഹമിട്ട് തരണം. ഇച്ഛ തരിക എന്ന്, ഇച്ഛ പ്രവർത്തിക്കുക എന്നത് തിരുഹിതമുണ്ട്. ദൈവമല്ലോ ചെയ്ത് ഇച്ഛ ഇട്ട് തരണം. നിന്നിലേക്ക് വരാൻ എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. വേണ്ടാത്തെല്ലാം എടുത്തു കളഞ്ഞ് വേണ്ടുന്നതിനെ സ്വീകരിക്കാൻ വചനം കൊണ്ട് സാധിക്കട്ടെ. അപ്പച്ച നല്ല വിത്ത് നല്ല സ്ഥലത്ത് വീണ് 100 മീനയായിട്ട് വർദ്ധിക്കട്ടെ തലമുറകൾക്ക്. ഞങ്ങളിന്ന് വൃക്ഷത്തിൻ്റെ തണലിലിരിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ നട്ട വൃക്ഷങ്ങളുടെ ചുവട്ടിലാണ്. ആ തണൽ ഞങ്ങൾ നടുന്ന ഞങ്ങളുടെ അടുത്ത തലമുറകൾക്ക് പ്രയോജനമാക്കാൻ ജീവവൃക്ഷത്തെ നടുവാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്, അങ്ങനെ ചെയ്തെടുപ്പിച്ചാട്ട്. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.